നമസ്കാരം. എല്ലാവർക്കും ബയോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. സെൽ ഡിവിഷൻ ആൻഡ് സെൽ സൈക്കിൾ എന്നുള്ള ടോപ്പിക്കിന്റെ തേർഡ് വീഡിയോ ആണത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ മൈറ്റോസിസിന്റെ ഡീറ്റെയിൽ സ്റ്റെപ്സ് എല്ലാം കണ്ടു കഴിഞ്ഞു. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ മിയോസിസ് പെട്ടെന്ന് തന്നെ കണ്ടു കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ദ കോർ ടോപ്പിക്, അതായത് റെഗുലേഷൻ എന്നുള്ള പാർട്ടിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ഒരു സീക്വൻഷ്യൽ വീഡിയോസ് ആണ് ഈ സീരീസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ സെക്കൻഡ് വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ തേർഡ് വീഡിയോ വാച്ച് ചെയ്യാം. ആൻഡ് ഓൾസോ ലൈക്ക് ദിസ് വീഡിയോ, ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. ആരൊക്കെയാണ് ലൈഫ് സയൻസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നത് അവരിലേക്ക് ഇത് മാക്സിമം എത്തിക്കുക. ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. സെൽ സൈക്കിൾ ആൻഡ് ചെക്ക് പോയിന്റ്സ്. ഓക്കെ, നമ്മൾ അതിന്റെ റെഗുലേഷൻ പാർട്ടിലേക്ക് കടക്കുകയാണ്. Cell cycle. The progression of cell cycle stage is the same for all eukaryotes, though the time it takes to complete one run of the cycle varies considerably among organisms. Okay, സെൽ സൈക്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഓരോ ഓർഗാനിസത്തിനും ഡിഫറെൻ്റ് ആണ്, ഓരോ സെൽസിലും അത് ഡിഫറെൻ്റ് ആണ്. Rapidly replicating human cells progress through the full cell cycle in about 24 hours. Okay, നമ്മളൊരു സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ഒരു സെല്ലിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അറൌണ്ട് 24 hours ടു കംപ്ലീറ്റ് ദി സെൽ സൈക്കിൾ. അതിൽ G1 ഫേസ് 9 hours എടുക്കും. DNA replication, അതായത് എസ് ഫേസ് 10 hours എടുക്കും. G2 ഫേസ് 4.5 hours ആണ്. മൈറ്റോസിസ് ജസ്റ്റ് 30 minutes. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു 24 hours ടൈം എന്ന് പറയുന്നത്. അതായത് ഈ മൂന്ന് ഫേസും, അതായത് ഇന്റർഫേസ് ആണ് ഏറ്റവും ലോങ് ആയിട്ടുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത്. മൈറ്റോസിസിന് ജസ്റ്റ് 30 minutes മാത്രമേ ആവശ്യമുള്ളൂ. Okay, the goal of each cell division is to generate 2 daughter cells of identical genetic makeup. അല്ലേ, നമുക്ക് ആ ഒരു ഐഡന്റിക്കൽ ജനറ്റിക്കൽ മേക്കപ്പ് ഈസ് അവർ പ്രയോറിറ്റി. അത് ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഇത് അച്ചീവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു സീക്വൻഷ്യൽ ആയിട്ട് തന്നെ സെൽ സൈക്കിൾ മുന്നോട്ട് പോകുന്നത്, അതിന്റെ റെഗുലേഷൻസും മുന്നോട്ട് പോകുന്നത്. To achieve this, cell cycle events must occur in the proper order. Okay, DNA replication must always precede chromosome segregation. എന്താ, ആദ്യം DNA replication ആണ് നടക്കേണ്ടത് അല്ലെ. DNA replicate ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എസ് ഫേസ് കഴിഞ്ഞ് G2 കഴിഞ്ഞ് എം ഫേസിൽ വരുന്ന സമയത്ത് അത് സെഗ്രിഗേറ്റ് ചെയ്ത് രണ്ട് സെൽസിലേക്കും ഈക്വൽ ആയിട്ട്, അതായത് ഈ ക്രോമസോം ഒരു ഡോട്ടർ സെല്ലിലേക്കും ഈ ക്രോമസോം നെക്സ്റ്റ് ഡോട്ടർ സെല്ലിലേക്കും ഈക്വൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ 24 hours ഇങ്ങനെയാണ് ഓരോ ഫേസും എടുക്കുന്നത്. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സെല്ലിന്റെ കേസ് ആണ് പറയുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യും. ഇൻ കോൺട്രാസ്റ്റ്, ദ ഫുൾ സൈക്കിൾ ടേക്സ് ഓൺലി 90 minutes ഇൻ റാപ്പിഡ്ലി ഗ്രോയിങ് ഈസ്റ്റ് സെൽസ്. ഓക്കെ, അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഡ്രോസോഫില്ലയുടെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ ഡ്രോസോഫില്ലയ്ക്ക് ജസ്റ്റ് 8 minutes മതി ഈ എൻറ്റയർ സെൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ ഓരോ സ്റ്റേജിന്റെയും ടൈമിങ്ങിന് ഡിഫറൻസ് വരും. പക്ഷെ അതിന്റെ റിക്വയർമെന്റിനനുസരിച്ചിട്ട് മാത്രമാണ് ഈ റെഗുലേഷൻ നടക്കുന്നത്. സൈക്ലിംഗ് ഡിപ്പെൻഡന്റ് കൈനേസ് കൺട്രോൾ ദ യൂകാരിയോട്ടിക് സെൽ സൈക്കിൾ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സൈക്ലിംഗ് ഡിപ്പെൻഡന്റ് കൈനേസ്, CDKs ആണ് സെൽ സൈക്കിളിലെ കീ റോൾ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. കൈനേസസ് ഫാമിലിയാണ്. സോ ദേ വിൽ ആഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ്, ദാറ്റ് മീൻസ് ദേ വിൽ ഫോസ്ഫോറിലേറ്റ്. ഓക്കെ, പക്ഷേ ഈ കൈനേസ് ആക്ടിവിറ്റി, അതിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി എപ്പോഴാണ് വരുന്നത്? വെൻ ഓൺലി ബൈൻഡ് വിത്ത് സൈക്ലിൻ സബ് യൂണിറ്റ്. ഓക്കെ, ഓരോ സ്റ്റേജിലും G1, S, G2, G2, M ഇങ്ങനെ 4 ഫേസ് ഉണ്ട്. ഓക്കെ, ഈ ഓരോ ഫേസിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CDKസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈക്ലിൻസും ഉണ്ട്. ഓക്കെ, ഈ CDK സൈക്ലിൻ അല്ലെങ്കിൽ എസ്പെഷ്യലി സൈക്ലിൻസ് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും പ്രോട്ടിയോലിറ്റിക് ഡിഗ്രഡേഷൻ സംഭവിക്കും. അപ്പം ഈ CDK ഇനാക്റ്റീവ് ആവും.
ആൻഡ് ഓൾസോ ഇത് ട്രിഗർ ചെയ്യും എന്ത് അടുത്ത ഫേസിന്റെ സൈക്ലിൻസിന്റെ പ്രൊഡക്ഷൻ, അതായത് ട്രാൻസ്ക്രിപ്ഷൻ ട്രിഗർ ചെയ്യും. സോ ഈ എസ് ഫേസ് സൈക്ലിൻസ് ഉണ്ടാവും. അങ്ങനെ എസ് ഫേസ് സി ഡി കേസ് ആക്റ്റീവ് ആവും. അത് കഴിഞ്ഞു അത് നെക്സ്റ്റ് ഫേസിലേക്ക് പോകുന്ന സമയത്ത് എസ് ഫേസ് സൈക്ലിൻ യൂബിക്വിറ്റിനേഷൻ ചെയ്യും, ലൈക്ക് പ്രോട്ടിയാസോമൽ ഡിഗ്രഡേഷൻ ചെയ്യും. സോ എസ് ഫേസ് സി ഡി കെ ഇൻആക്റ്റീവ് ആവും. നെക്സ്റ്റ് G2 to M ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. സോ ഇൻ ദിസ് ടൈം M phase cyclins will produce. ഓക്കെ, ബൈ ദ ടൈം എന്ത് ചെയ്യും, എസ് ഫേസ് സൈക്ലിൻസിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, എം ഫേസ് സൈക്ലിൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമലി എം ഫേസ് സി ഡി കെ ആക്റ്റീവ് ആവും. അങ്ങനെയാണ് ഈ ഒരു റെഗുലേഷൻ ഇതിൽ നടക്കുന്നത്. ഓക്കെ, each CDK can associate with a small number of different cyclins which determine the substrate specificity. Okay, substrate specificity from cyclin. Okay, അതായത് ഏത് പ്രോട്ടീനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി സി ഡി കെക്ക് വരുന്നത് when only binds with cyclins. Each cyclin is only present and active during the cell cycle stage. It promotes and hence restricts the kinase activity of the CDKs to which it binds to that cell cycle stage. Okay, നമ്മൾ പറഞ്ഞില്ലേ ഓരോ സ്റ്റേജിലും അതത് സി ഡി കേസും സൈക്ലിൻസും മാത്രമേ പ്രസന്റ് ആവുള്ളൂ. ഓക്കെ, cyclin CDK complexes activate or inhibit hundreds of proteins involved in cell cycle progression by phosphorylating them at specific regulatory sites. Okay, ഈ ഓരോ ഫോസ്ഫോറിലേഷനും ആക്ടിവേഷൻ മാത്രമല്ല ചിലപ്പോൾ ഇൻഹിബിഷനും ആയിരിക്കും. ഓക്കെ, ആ ഒരു സ്പെസിഫിക് ഫോസ്ഫോറിലേഷൻ, അതായത് ഇൻഹിബിറ്ററി സൈറ്റ്സും ഉണ്ട് ആക്ടിവേറ്ററി സൈറ്റും ഉണ്ട്. ഇൻഹിബിറ്ററി സൈറ്റിലാണ് ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഇൻഹിബിറ്റഡ് ആവും. ആക്ടിവേറ്റഡ് സൈറ്റിലാണ് ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റഡ് ആവും. സോ ഈ ഒരു റെഗുലേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഓസിലേറ്ററി റെഗുലേഷൻ ആണ് സെൽ സൈക്കിളിന്റെ അക്യുറസി എന്ന് പറയുന്നത്. ഓക്കെ, CDK activates oscillate during the cell cycle. CDK activities oscillate during the cell cycle. Positive and negative feedback loops drive this oscillation. Okay, positive and negative feedback എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കണ്ടു G1S ട്രാൻസിഷൻ നടന്ന സമയത്ത് G1 തന്നെ എസ് ഫേസിന്റെ സി ഡി കേസും സൈക്ലിൻസും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സി ഡി കേസ് റെഡി ആയിട്ടിരിക്കും. പക്ഷെ എസ് ഫേസിലേക്ക് എൻറ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് എന്താണ് പറയാ എസ് ഫേസ് സൈക്ലിൻസ് ആഡ് ചെയ്യുന്നത് സി ഡി കെ ആയിട്ട്. സോ ഇതൊരു ബേസൽ ലെവൽ ആഡിങ് ആയിരിക്കും. പക്ഷെ ഇങ്ങനെ സി ഡി കെ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് ഫേസ് സൈക്ലിൻ സി ഡി കെ ആക്ടിവേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ സി ഡി കേസ് തന്നെ നെക്സ്റ്റ് റൗണ്ട്, അതായത് നെക്സ്റ്റ് വരുന്ന സൈക്ലിൻസിനെയും അല്ലെങ്കിൽ സൈക്ലിൻ ട്രാൻസ്ക്രിപ്ഷനെ ഒക്കെ എൻഹാൻസ് ചെയ്യും. അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തിരിച്ചു അതെ, ഇപ്പം അക്യുമുലേഷൻ, അതായത് ഒരു പെർട്ടിക്കുലർ ഫേസിലുള്ള സൈക്ലിന്റെ അക്യുമുലേഷൻ കൂടിയുണ്ടെങ്കിൽ ഒരു സർട്ടൺ ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വിൽ ആക്ട് ആസ് ദി റെഗുലേറ്റർ, അല്ലെങ്കിൽ അവർ ഒരു ഓഫ് ജീൻ എക്സ്പ്രഷനെ ഓഫ് ചെയ്യാനായിട്ടും അവർ വർക്ക് ചെയ്യും. അതിനെയാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. Surveillance mechanisms called checkpoint pathways guarantee that each cell cycle step is completed correctly before the next one is initiated. Okay, ഇതിനെയാണ് ചെക്ക് പോയിന്റ് പാത്വേസ് എന്ന് പറയുന്നത്. ചെക്ക് പോയിന്റ് പാത്വേസ്. ഓക്കെ, ഓരോ ഫേസിൽ നിന്ന് അടുത്ത ഫേസിലേക്കുള്ള ട്രാൻസിറ്റിലും ചെക്ക് പോയിന്റ് പാത്വേസ് വിൽ വർക്ക് ഓവർ ദെയർ ആൻഡ് ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഈച്ച് സ്റ്റെപ്പ് ഈസ് കംപ്ലീറ്റഡ് ആൻഡ് പെർഫെക്റ്റ് ആൻഡ് ദർ ഇസ് നോ ഡാമേജ് ഇൻ ദി ജെനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, എന്നിട്ട് മാത്രമേ നെക്സ്റ്റ് ഫേസിലേക്കുള്ള മൂവ്മെന്റ് നടക്കുന്നുള്ളൂ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത്രയും സ്റ്റഡീസ്, അതായത് ഈ സൈക്ലിൻ സി ഡി കെന്റെ പ്രസൻസും അതിന്റെ ആക്ടിവിറ്റിയൊക്കെ ഒരുപാട് എന്താ പറയാ ഓർഗാനിസം സ്റ്റഡീസ് കൂടിയാണ് നമുക്കത് റിവീൽ ചെയ്തിട്ടുള്ളത്. Okay, studies of the cell cycle in many different experimental systems also lead to two remarkable discoveries about the general control of the cell cycle. Okay, ഇങ്ങനെ ഓരോ എക്സ്പെരിമെന്റൽ ഓർഗാനിസത്തിനെയും വെച്ചിട്ട് നടത്തിയത് എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലായത്. ഒന്ന് വന്നിട്ട്
Molecular process such as initiation of DNA replication and entry into mitosis are all regulated and coordinated by a small number of master cell regulatory proteins. Okay, ഏത് ഓർഗാനിസത്തിന്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ മാസ്റ്റർ റെഗുലേറ്ററി പ്രോട്ടീൻസ് എന്ന് പറയുന്നത് CDKs ആണ്. പിന്നെയോ സെക്കൻഡ് തിങ് എന്താണ്? ദീസ് മാസ്റ്റർ റെഗുലേറ്റേഴ്സ് ആൻഡ് ദ പ്രോട്ടീൻസ് ദാറ്റ് കൺട്രോൾ ദെം ആർ ഹൈലി കൺസേർവ്ഡ് ആണ്. ദേ ഓൾ ആർ ഹൈലി കൺസേർവ്ഡ്. ഇനി ഏത് ഓർഗാനിസത്തിന്റെ എടുക്കുകയാണെങ്കിലും ദ സീക്വൻസ് ആർ ഹൈലി കൺസേർവ്ഡ്. ഓക്കെ, ഈവൺ ഇപ്പോൾ ഫഞ്ചി എടുത്താലും സിയർച്ചിൻ എടുത്താലും ഇൻസെക്ട് എടുത്താലും ഫ്രോഗ് എടുത്താലും ഒക്കെ തന്നെ അതിന്റെ ആ ഒരു മോഡ് ഓഫ് മെക്കാനിസം അല്ലെങ്കിൽ അതിന്റെ അത് ഇറ്റ്സ് എ കൺസേർവ്ഡ് മെക്കാനിസം ആണ് in all eukaryotic cells, okay, including human being. Okay, the three most important systems employed to study the cell cycle are the single cell yeast, Saccharomyces cerevisiae, the budding yeast, and Saccharomyces pombe, the fission yeast, and the oocytes and early embryos of the frog Xenopus laevis, pinne fruit fly Drosophila, which prove extremely powerful in the study of the interplay between cell division and development. The study of mammalian tissue culture cells lead to the characterization of cell cycle control in mammals. Budding and fission yeast are powerful system for genetic analysis of the cell cycle. It is easy to generate mutations that inactive genes in haploid because there is only one copy of each gene. Okay, അതായത് ഈ സെക്കാരോമൈസസ് സർവീസ് അല്ലെങ്കിൽ പോംബെ ഒക്കെ യൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാപ്ലോയിഡ് നേച്ചർ ആണ്. ഓക്കെ, അപ്പോൾ ഒറ്റ കോപ്പി ഓഫ് ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെന്റ് നടത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് മ്യൂട്ടേഷൻ സ്റ്റഡീസ്. ഓക്കെ, മ്യൂട്ടേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ DNA സീക്വൻസിൽ നമ്മൾ നടത്തുന്ന മ്യൂട്ടേഷൻ എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഫിനോട്ടിപ്പിക്കലി ഹൗ ഇറ്റ് ഇസ് എഫക്റ്റിംഗ് എന്നുള്ളതാണ് സ്റ്റഡി ചെയ്യുന്നത്. ഇറ്റ് ഇസ് കോൾഡ് മ്യൂട്ടേഷൻ സ്റ്റഡീസ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ് നോർമലി ഈസ്റ്റും സിനോപ്പസ് ലേവിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രോഗ് എംബ്രിയോസിലും ഡ്രോസോഫില്ലയിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് നമ്മൾ ചെയ്തു നോക്കിയിട്ടുള്ളത്. ജനറ്റിക് അനാലിസിസ്. Cell cycle progression is essential for viability. Okay, scientists isolated conditional mutants whose genes encode proteins that are functional at one temperature but become inactive at a different, often higher temperature. Okay, അതെന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രോട്ടീൻസ് അല്ലേ, പ്രോട്ടീൻസിന്റെ ഫോൾഡിങ്ങിനെ എഫക്ട് ചെയ്യും. ഓക്കെ, പ്രോപ്പർ ഫോൾഡിംഗ് ആണ് പ്രോട്ടീന്റെ ഫങ്ഷണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ജനറ്റിക് അനാലിസിസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സെൽ സൈക്കിളിന്റെ ഹീറ്റ് ചെയ്യും. അതിന്റെ ടെമ്പറേച്ചർ വേരിയേഷൻ നടത്തുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ മിസ്ഫോൾഡഡ് ആവുമ്പോൾ ദേ കാൺ വർക്ക് പ്രോപ്പർലി. ഓക്കെ, ഒരു സ്റ്റഡി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. Mutants arrested at a particular cell cycle stage are easily distinguished from normally dividing cells by microscopic examination. Okay, സെൽ അറസ്റ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ വഴി മനസ്സിലാക്കാൻ പറ്റും. Thus, in both of these yeast, cells with temperature sensitive mutations causing defects in specific proteins required to progress through the cell cycle were readily isolated. Such cells are called CDC, cell division cycle mutants. Okay, CDC. ഓക്കെ, അതായത് നമ്മൾ മ്യൂട്ടേഷൻ സ്റ്റഡി നടത്തുന്ന പറഞ്ഞാൽ ടെമ്പറേച്ചർ വേരിയേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മ്യൂട്ടേഷൻ കിട്ടുന്നത്. സോ അങ്ങനെ സെൽ അറസ്റ്റിലുള്ള സെൽസിന് നമുക്ക് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ കൂടി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആൻഡ് വി ക്യാൻ ഐസൊലേറ്റ് ദം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിന്റെ ജീൻ സ്റ്റഡി നടത്തുന്ന സമയത്ത് വി ക്യാൻ സീ ദാറ്റ് ഓക്കെ ദിസ് മ്യൂട്ടേഷൻ കോസ്റ്റ് ഈ ഒരു പ്രോട്ടീനെ അല്ലെങ്കിൽ ഈ ഒരു റീജിയനിലാണ് മ്യൂട്ടേഷൻ സംഭവിച്ചത് അല്ലെങ്കിൽ ഈ ഒരു റീസൺ മിസ്ഫോൾഡിങ് കാരണമാണ് ഈ സെൽ അറസ്റ്റ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ പറ്റും. ദെൻ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ. ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ എപ്പോഴും ഫ്രോഗ് oocyte ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. Okay, the advantage of using X laevis to study factors involved in mitosis is that large numbers of oocytes and eggs can be prepared that are all proceeding synchronously through the cell cycle events that follow progesterone treatment and fertilization. Okay, സിനോപ്പസിന്റെ ലേവിസിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
ഫസ്റ്റ് തിങ് ഇറ്റ് ഷുഡ് ബി അവൈലബിൾ. ഓക്കെ, ലാർജർ അവൈലബിലിറ്റി ആണ് ഒരു പ്രത്യേകത. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതായത് അവരുടെ എത്ര നമ്പർ ഓഫ് സെൽസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഹൈലി സിൻക്രണൈസ്ഡ് ആണ്. അവരുടെ ആ ഒരു സെൽ സൈക്കിൾ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഹൈലി സിൻക്രണൈസ്ഡ് ആണ്. ഓക്കെ, upon progesterone treatment, all the cells will follow synchronously to the cell cycle. Okay, so it's very easy to study. ഈ ഒരു കാര്യങ്ങൾ നമുക്ക് സ്റ്റഡി ചെയ്യാൻ അത് ഈസിയാണ്. As oocytes develop in the frog ovary, they replicate their DNA and become arrested in G2 for 8 months, during which time they grow in size to a diameter of 1 millimeter. Stockpiling all the materials needed for the multiple cell division of the early embryo. When stimulated by a male, an adult female's ovarian cells secrete the steroid hormone progesterone, which induces the G2 arrested oocytes to mature and enter meiosis. Okay, progesterone triggers oocytes to undergo meiosis 1 and progress to the second meiotic metaphase, where they arrest and await fertilization. ഇങ്ങനെയാണ് സിനാപ്പസ് ലേവിസിന്റെ എക്സ്പെരിമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, അതായത് സെൽ അറസ്റ്റ് ഉണ്ടാവും അറ്റ് G2, അതായത് DNA റെപ്ലിക്കേഷൻ കഴിഞ്ഞ് G2 ഫേസിൽ സെൽ അറസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ് അത് എല്ലാം എന്താ പറയുക, ആ ഒരു എൻവയൺമെന്റ്, അതായത് എല്ലാ പ്രോട്ടീൻസും എല്ലാം സിന്തസൈസ് ചെയ്ത് ദേ വിൽ വെയിറ്റ് ടു ഗെറ്റ് ദ ട്രിഗർ. ഓക്കെ, എന്താണ് ട്രിഗർ? എന്താണ്? പ്രൊജസ്ട്രോൺ. ഓക്കെ, ആ പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്ന സമയത്ത് oocyte മെച്ചുറേഷൻ നടക്കും. ദേ വിൽ അണ്ടർഗോ മിയോസിസ്. ഓക്കെ, മിയോസിസ് ചെയ്തിട്ട് അഗെയിൻ അടുത്ത സെക്കൻഡ് മിയോട്ടിക് ഫേസിൽ അവര് അടുത്ത അറസ്റ്റ് സംഭവിക്കും ആൻഡ് ദേ വിൽ വെയിറ്റ് ഫോർ ഫെർട്ടിലൈസേഷൻ. ഇങ്ങനെയാണ് എന്താ പറയാ എക്സ് ലേവിസിന്റെ കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് oocyte. അറസ്റ്റഡ് ഇൻ G2 oocyteനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അവിടെ നമ്മൾ പ്രൊജസ്ട്രോൺ ആഡ് ചെയ്യുന്ന സമയത്ത് മിയോസിസ് 1 പ്രോഗ്രസ് ചെയ്യും. ക്യാൻ സീ ഓവർ ഹിയർ, മിയോസിസ് 1 പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് എഗ് അറസ്റ്റഡ് അറ്റ് മെറ്റാഫേസ് മിയോസിസ് 2. ഓക്കെ, മെറ്റാഫേസ് മിയോസിസ് 2 സെൽ അറസ്റ്റ് സംഭവിക്കും. ഇഫ് ഫെർട്ടിലൈസേഷൻ ഒക്കർ, ഫെർട്ടിലൈസേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ക്ലീവേജ് നടക്കും. സെൽ ഡിവിഷൻ അവിടുന്ന് ആണ്. മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ട് റീകോമ്പിനേഷൻ എല്ലാം നടന്നിട്ട് എന്ത് ചെയ്യും? സെൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ്. അതായത് അപ്പോൺ പ്രൊജസ്ട്രോൺ എന്താണ് പറയാ, ആ oocyte അറസ്റ്റ് റിലീസ് ചെയ്യും, മിയോസിസ് 1 വരും ആൻഡ് അഗെയിൻ ഇറ്റ് വിൽ വെയിറ്റ് ഫോർ ദ ഫെർട്ടിലൈസേഷൻ. ഇഫ് ഫെർട്ടിലൈസേഷൻ ഒക്കർ, ദ സെൽ ഡിവിഷൻ വിൽ പ്രൊസീഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള ഗ്രാഫ് വെച്ചിട്ട് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. സോ അതിന്റെ എക്സ് ആക്സിസ് എന്തൊക്കെയാന്ന് നോക്കാം. എക്സ് ആക്സിസിൽ DNA കണ്ടന്റ് ആണ്, വൈ ആക്സിസിൽ നമ്പർ ഓഫ് സെൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, റിസർച്ചേഴ്സ് യൂസ് ഫ്ലോ സൈറ്റോമെട്രി ടു സ്റ്റഡി സെൽ സൈക്കിൾ to determine the DNA content of a cell population. Okay, flow cytometry ആണ് യൂസ് ചെയ്യുന്നത്. What they will do is they will take a large number of അതായത് കൾച്ചർ സെൽ കൾച്ചറിൽ എടുക്കും. എന്നിട്ട് ആ സെൽസിന്റെ DNA ലേബൽ ചെയ്യും. എങ്ങനെ? ഫ്ലൂറസെന്റ് ഡൈ വെച്ചിട്ട് ലേബൽ ചെയ്യും. ഓക്കെ, സോ ഫ്ലൂറസെന്റ് ഡൈ വെച്ചിട്ട് ലേബൽ ചെയ്യുന്ന സമയത്ത് and they will conduct the flow cytometry. And the amount of dye is that incorporated into the DNA of cell can then be quantitatively assayed using a flow cytometer. Okay, cells are then recorded by their DNA content, and the percentage of cells in G1, S phase and G2 or mitosis can be assessed in this manner. Okay, അങ്ങനെ ഫ്ലോ സൈറ്റോമെട്രി വഴിയാണ് നമുക്ക് ആ പെർട്ടിക്കുലർ സെൽ കൾച്ചറിൽ ഓരോ സെൽസും ഏത് ഫേസിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നമ്മളുടെ സീക്വൻസ് എങ്ങനെയാണ്? G1, S, G2 ആൻഡ് M. ഇതിൽ ഏത് ഫേസിലായിരിക്കും DNA കണ്ടന്റ് കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ കൂടുതൽ ഫ്ലൂറസെൻസ് നമുക്ക് ഏത് ഫേസിലായിരിക്കും കിട്ടുക? ഒബ്വിയസ്ലി
G2M ഫേസിലായിരിക്കും ഹൈ ഫ്ലൂറസെൻസ് നമുക്ക് കിട്ടുന്നത് അല്ലെ. കാരണം ഇപ്പൊ എസ് ഫേസിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല? എസ് ഫേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ്. അവിടെ ഇപ്പോൾ DNA സിന്തസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് അവിടെ DNA സിന്തസിസ് നടന്നിട്ടില്ല. സോ വി വോണ്ട് ഗെറ്റ് ദ കംപ്ലീറ്റ് ഫ്ലൂറസെൻസ് ഇൻ എസ് ഫേസ്. ഓക്കെ, സോ നമുക്ക് മാക്സിമം ഫ്ലൂറസെൻസ് കിട്ടുന്നത് G2M ഫേസിലാണ്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സെൽസ് സി ഇത് ക്രോമസോം കണ്ടന്റ് ആണ്. 1C ആൻഡ് 2C മീൻസ് 2C മീൻസ് ആഫ്റ്റർ G2M ഫേസിലുള്ള DNA എപ്പോഴും റെപ്ലിക്കേറ്റഡ് ആണല്ലോ. സോ മൈറ്റോസിസിന് ഇടയിലാണെങ്കിലും DNA കണ്ടന്റ് ഡബിൾ ആയിരിക്കും. സോ 2C എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലുള്ള സെൽസ് എപ്പോഴും G2M ആയിരിക്കും. ഓക്കെ, 1C എന്നുള്ള കണ്ടന്റിൽ ഇരിക്കുന്നത് എപ്പോഴും G1S, G1ലും എസിലുള്ള സെൽസ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുന്നത്. നമ്മൾ കണ്ടതാണ് മോസ്റ്റ് ഓഫ് ദി സെൽസ് പ്രിഫർ ബി ഇൻ G1 ഫേസ്. അതുകൊണ്ടാണ് നമ്പർ ഓഫ് സെൽസ് കൂടുതൽ, G1 ഫേസിൽ നമ്പർ ഓഫ് സെൽസ് കൂടുതലുള്ളത്. Cells in G1 have half as much DNA as cells in G2 or mitosis. Cells undergoing DNA synthesis in S phase have an intermediate amount of DNA. Okay, ഇങ്ങനെയാണ് നമുക്ക് ആ പീക്ക് കിട്ടുന്നത്. G1S, G2M ഇങ്ങനെയായിരിക്കും ആ ഒരു പീക്ക് കിട്ടുന്നത്. The x-axis show DNA content, the y-axis the number of cells. The DNA content analysis shows two predominant populations of cells. Cells with unreplicated DNA and cells with replicated DNA. The cells between the two peaks represent cells that are in the process of undergoing DNA replication. Okay, so ഇത് വന്നിട്ട് G1, ഇത് S, ഇത് G2+M ആയിരിക്കും ഈ പീക്ക് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ് തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സെൽ സൈക്കിൾ ചെക്ക് പോയിന്റ്സ്. എന്താണ് സെൽ സൈക്കിൾ ചെക്ക് പോയിന്റ്സ് എന്ന് നോക്കാം. They verify whether the process at each phase of the cell cycle have been accurately completed before progression into the next phase. The checkpoints are surveillance mechanisms and quality control of the genome to maintain genomic integrity. Checkpoint failure often causes mutations and genomic rearrangements, resulting in genetic instability. Genetic instability is a major factor of birth defects. Okay, ഇതാണ് സെൽ സൈക്കിൾ ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്. A checkpoint is a stage in eukaryotic cell cycle at which the cell examines internal and external cues and decides whether or not to move forward with division. Three most important checkpoints. The first one, the G1 checkpoint. G1 to S transition. G1 checkpoint it will അതായത് G1 checkpoint G1S transition ആണ്. അതായത് G1 നിന്ന് എസിലേക്ക് പ്രൊസീഡ് ചെയ്യണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ്. നെക്സ്റ്റ് വന്നിട്ട് G2 ചെക്ക് പോയിന്റ്, G2 to M ട്രാൻസിഷൻ ആണ്. ദെൻ സ്പിൻഡിൽ ചെക്ക് പോയിന്റ്. സ്പിൻഡിൽ ചെക്ക് പോയിന്റ് M ഫേസിലാണ് നടക്കുന്നത്. നമ്മൾ അനാഫേസ് കണ്ടു. മെറ്റാഫേസിൽ ക്രോമസോംസ് അലൈൻ മെറ്റാഫേസ് പ്ലേറ്റിൽ അലൈൻമെന്റ് നടക്കും. അപ്പോൾ കൈനറ്റോകോർ അസംബ്ലി പ്രോപ്പർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ എന്താണ് പറയാ അനാഫേസ് പ്രോഗ്രസ് ചെയ്യുള്ളൂ. സോ ആ ഒരു സ്പിൻഡിൽ ചെക്ക് പോയിന്റ് ആണ് നെക്സ്റ്റ്, അതായത് ദ തേർഡ് ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ മെയിൻ ആയിട്ട് 3 ചെക്ക് പോയിന്റ്സ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, സി ഇതാണ് G1, ഇത് ഏർലി G1, ഇത് ഏർലി G1, ഇത് വന്നിട്ട് ലേറ്റ് G1. ഏർലി G1 എന്ത് ചെയ്യും? നോർമൽ എല്ലാ പ്രോസസ്സും നടക്കും. സെൽ വിൽ അറ്റൈൻ ആ ഒരു ആപ്റ്റ് ആയിട്ടുള്ള സെൽ സൈസ് ഒക്കെ അറ്റൈൻ ചെയ്തു. എൻവയൺമെന്റൽ ക്യൂസ് ഒക്കെ മോണിറ്റർ ചെയ്യും. എല്ലാം ഫേവറബിൾ ആണ് എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? CDKs ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, G1 ചെക്ക് പോയിന്റ് ചെക്ക് ഫോർ സെൽ സൈസ്, ന്യൂട്രിയൻസ്, ഗ്രോത്ത് ഫാക്ടർ, DNA ഡാമേജ്, ഇതൊക്കെ ചെക്ക് ചെയ്യും അറ്റ് ദിസ് സ്റ്റേജ്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം നോ ആണ് എങ്കിൽ സംടൈംസ് അവിടെ അവർ പോസ് ചെയ്തിട്ട്, ഇപ്പോൾ DNA ഡാമേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ DNA റിപ്പയർ മെക്കാനിസം ഒക്കെ ട്രിഗർ ചെയ്തിട്ട് അത് അവിടെ സോൾവ് ചെയ്യും.
ഇനി ഇതെല്ലാം ഓക്കെ ആണെങ്കിലും ചില സെൽസ് നമ്മൾ കണ്ടു G0 ഫേസിലേക്ക് പോകും. അതായത് നമ്മുടെ നെർവ് സെൽസ് ഐസിലുള്ള ലെൻസിന്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഗോ ടു G0. പിന്നെ ടിൽ ഡെത്ത് അത് ആ G0 സ്റ്റേറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി G1 ലേറ്റ് G1 സ്റ്റേജിൽ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് അത് എസ് ഫേസിലേക്ക് മൂവ് ചെയ്യുക. എസ് ഫേസ് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് റെപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്ത് അത് എറർ ഒക്കെ തീർത്ത് കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ മൂവ് ഫർദർ ടു G ഫേസ്. G2 ഫേസ്. G2 ചെക്ക് പോയിന്റിൽ സെൽ സൈസും DNA ഡാമേജും ചെക്ക് ചെയ്യും. ഓക്കെ, G2 ഫേസിൽ സെൽ സൈസും DNA ഡാമേജും എല്ലാം ചെക്ക് ചെയ്തിട്ട് അവിടെയും DNA ഡാമേജ് എന്തെങ്കിലും എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ DNA റിപ്പയർ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തിട്ട് അതെല്ലാം അവിടെ നടത്തും. എന്നിട്ടാണ് എന്താണ് എം ഫേസിലേക്ക് മൂവ് ചെയ്യുന്നത്. എം ഫേസിൽ എന്താണുള്ളത്? സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിന്റ് ആണുള്ളത്. സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിന്റ് എന്താണ്? ക്രോമസോം അറ്റാച്ച്മെന്റ് ടു സ്പിൻഡിൽ. നമ്മൾ കണ്ടു കൈനറ്റോകോർ മൈക്രോട്യൂബുൾ അസംബ്ലി പ്രോപ്പർ ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യുന്നതിനാണ് സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ CDKസിന്റെ വർക്ക് അല്ലെങ്കിൽ ഹൗ ദേ ആർ ആക്ടിവേറ്റഡ് ഓർ ഇൻഹിബിറ്റഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. Okay, cycling dependent kinase CDKs are active only when bound to a regulatory cyclin subunit. Different types of cycling CDK complexes initiate different events. G1 CDKs and G1 S phase CDKs promote entry into the cell cycle. Okay, S phase CDKs trigger S phase and mitotic CDKs initiate the events of mitosis. Multiple mechanisms are in place to ensure that the different CDKs are active only in the stage of the cell cycle they trigger. Okay, അതായത് ആ കറക്റ്റ് അതത് ഫേസുകളിൽ മാത്രമേ ആ ഒരു ഇപ്പം G1 CDK അല്ലെങ്കിൽ G1 CDKs എസ് ഫേസിൽ ഇനാക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ എസ് ഫേസ് CDKs മൈറ്റോട്ടിക് എം ഫേസിൽ ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് ആ ഒരു മെക്കാനിസം നടക്കുന്നത്. അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഈ CDKs പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CDKs പ്രൊമോട്ട് their own activation. ഓക്കെ, അതേപോലെ തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ by which indirectly or with a built-in delay CDKs promote their own inactivation. Okay, their oscillations not only propel the cell cycle forward but also create abrupt transitions between different cell cycle states. Okay, which is essential to bring about distinct cell cycle state. Okay, ആ അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെക്കാനിസംസ് ആണ് ഇതെല്ലാം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ സ്റ്റേറ്റിലും ഉള്ള സൈക്ലിൻ CDKസിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, ആൻഡ് ഓവർവ്യൂ ഓഫ് ഹൗ CDKs regulate cell cycle progression. G1 S, G2 M phase. ഓക്കെ, ഈ ബ്ലാക്ക് കളറിലുള്ളതാണ് G1 S phase CDKs. G1 S phase CDKs മാക്സിമം ആക്ടിവിറ്റി നടക്കുന്നത് G1 S-ലാണ്. ഓക്കെ, G1 S-ലാണ് G1 S phase CDKs മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്നത്. ഇനി എസ് ഫേസ് CDKസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ G1 ഫേസിലും എസ് ഫേസ് CDKs ഉണ്ട്. പക്ഷെ അവരുടെ ആക്ടിവിറ്റി ലേറ്റ് G1ലേക്ക് എത്തുമ്പോഴാണ് അവരുടെ ആക്ടിവിറ്റി പീക്കിൽ എത്തുന്നത്. ആൻഡ് ആ റെപ്ലിക്കേഷൻ സിന്തസിസ് നടക്കുന്നത് വരെ അതിന്റെ അത് നല്ല പീക്കായിട്ട് അതിന്റെ മാക്സിമം ആക്ടിവിറ്റി അത് ഷോ ചെയ്യും. വൺസ് ദ റെപ്ലിക്കേഷൻ ഈസ് കംപ്ലീറ്റഡ് അതിന്റെ ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം G2 മൈറ്റോട്ടിക് CDKസിന്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ദെൻ അത് ആക്റ്റീവ് ആയിട്ട് തന്നെ ഇരിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? മിയോസിസ് എം ഫേസ് CDK അതായത് APCC ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദേ വിൽ റെഗുലേറ്റ് ദി അനാഫേസ് ആൻഡ് അതർ തിങ്സ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഓരോ ഫേസിലും മാത്രമാണ് ആ ഓരോ CDKസും ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. Cells harbor different types of CDKs that initiate different events of the cell cycle. Importantly, the CDKs are active only in the stages of the cell cycle they trigger.
Okay, G1S phase CDKs are active at the G1S phase transition to trigger entry into the cell cycle. S phase CDKs are acting during S phase and trigger S phase. Mitotic CDKs are active during mitosis and trigger mitosis. The anaphase promoting complex or cyclosome ubiquitin protein ligase catalyzes two key cell cycle transition by ubiquitinating proteins, hence targeting them for degradation. APCC initiates anaphase and exit from mitosis. Okay, so ഈ ഗ്രാഫ് പറയുന്നത് ആ ഫേസസിൽ മാത്രമേ ആ ഓരോ CDKസും ആക്റ്റീവ് ആയിരിക്കുകയുള്ളൂ. Cyclin dependent kinases are small protein kinases that require a regulatory cyclin subunit for their activity. അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ കാര്യമാണ്. Cyclin dependent kinases are a family of small serine threonine kinases. They are not active in the monomeric form but require an activating subunit to be activated as protein kinases. In budding and fission yeast, a single CDK controls progression through the cell cycle. Its activity is specified by cell cycle stage specific cycling subunits. Mammalian cells contain as many as 9 CDKs, with 4 of them CDK1, CDK2, CDK4 and CDK6 having clearly been shown to regulate cell cycle progression. CDK4 and CDK6 are G1 CDKs that promote entry into the cell cycle. CDK2 functions as a G1 S phase and S phase CDK. Okay, and CDK1 is the mitotic CDK. നിങ്ങൾ ഈ CDKസിന്റെ പേര് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഈ CDK സൈക്ലിംഗ് ലിസ്റ്റ് ഞാൻ ഒരു ചാർട്ടിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ അത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഏതൊക്കെ ഫേസിലാണ് ഏതൊക്കെ CDKs ആക്റ്റീവ് എന്നുള്ളത്. CDKs are regulated not only by cyclin binding but also by both activating and inhibitory phosphorylation. ഇത് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോറി. CDKs are regulated not only by cyclin but എന്താണ് ആക്ടിവേറ്റിംഗ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഫോസ്ഫോറിലേഷൻ. അതായത് CDKസിന് ഇറ്റ്സെൽഫ് ഒരു ആക്ടിവേറ്റിംഗ് അല്ലെങ്കിൽ ഇൻഹിബിറ്റിംഗ് സബ് യൂണിറ്റ് ഉണ്ട്. അവിടെ വരുന്ന ഫോസ്ഫോറിലേഷൻ ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ സൈക്ലിൻ ബൈൻഡ് ചെയ്തതുകൊണ്ട് മാത്രം CDKസിന് അതിന്റെ കംപ്ലീറ്റ് കൈനേസ് ആക്ടിവിറ്റി കിട്ടില്ല. Together, these regulatory events ensure that CDKs are active only at the appropriate cell cycle stage. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ചാർട്ട്. CDK1ന്റെ സൈക്ലിൻ A and B mitosis. CDK2 cycling E and A, entry into the cell cycle S phase. CDK4 cycling D, CDK6 cycling D. ഈ ചാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. The three-dimensional structure of CDKs provides insight into how the activity of this protein kinase is regulated. Non-phosphorylated inactive CDK contains a flexible region called the T-loop or activation loop that is highly conserved among protein kinases. Bound with ATP, this loop blocks access of protein substrate to the active site. Due to this, CDK unbound to cyclin has little protein kinase activity. Non-phosphorylated CDK bound to one of its cyclin partner has minimal but detectable protein kinase activity in vitro, although it may be essentially inactive in vivo. Okay, so ഇത്രേ പറയുന്നുള്ളൂ. CDK കൈനേസ് ആക്ടിവിറ്റി കിട്ടുന്നതിന് ഒരു ടി ലൂപ്പ് ഓർ ആക്ടിവേഷൻ ലൂപ്പിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ഉണ്ട്. ഓക്കെ, നമുക്ക് അതിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതാണ് 3 സ്റ്റേറ്റ്, അതായത് ഫ്രീ CDK. ഇത് വന്നിട്ട് ലോ ആക്ടിവിറ്റി, ഇതിന്റെ മുകളിൽ സൈക്ലിൻ, ഇത് സൈക്ലിൻ ആണേ, ഇത് സൈക്ലിൻ. ഇത് വന്നിട്ട് CDK മാത്രമാണ്, ഇത് സൈക്ലിൻ ആണ്. ഇവിടെ എന്താണ് CDK സൈക്ലിൻ പ്ലസ് ഇതിനൊരു
ആക്ടിവേഷൻ ഫോസ്ഫോറിലേഷൻ കിട്ടിയിട്ടുണ്ട്. സോ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ മാറുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഫ്രീ ഇനാക്റ്റീവ് CDK2 നോട്ട് ബൗണ്ട് ടു ഇറ്റ് സൈക്ലിൻ. സൈക്ലിനായിട്ട് ബൗണ്ട് ചെയ്തിട്ടില്ല. ഓക്കെ, in free CDK2 the T loop blocks access of protein substrate to the gamma phosphate of the bound ATP. Okay, see ഇതാണ് ATP. ഈ ഒരു കളറിലുള്ളതാണ്, ഈ പിങ്ക് കളറിലുള്ളതാണ് ATP എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദി T loop. ഓക്കെ, സൈക്ലിൻ ബൗണ്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആ ഒരു കൺഫർമേഷനിൽ സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാനും പറ്റില്ല, സബ്സ്ട്രേറ്റിന് എന്താ പറയാ കൈനേസ്, അതായത് സബ്സ്ട്രേറ്റിന് ഫോസ്ഫേറ്റ് ആഡ് ചെയ്യാൻ അതിന് പറ്റില്ല. ബിക്കോസ് ആ ATP നിന്ന് ആ ലൂപ്പ് എവേ ആയിട്ടാണ് നിൽക്കുന്നത്. The conformations of the T loop and the region highlighted in yellow, alpha helix, are altered with CDK is bound to cyclin A. Okay, ഇങ്ങനെയാണ് ഇനാക്റ്റീവ് ആയിട്ടുള്ള CDKയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൈക്ലിൻ ആഡ് ചെയ്യുന്ന സമയത്ത്, സൈക്ലിൻ ബൗണ്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ഒരു ആക്ടിവേഷൻ നടക്കുന്നത് നോക്കാം. സി, ഈ ത്രിയോനിൻ 160th പൊസിഷനിലുള്ള ത്രിയോനിൻ സൈക്ലിൻ അൺബൗണ്ട് ആകുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ സൈക്ലിൻ ബൈൻഡിങ് ഈ 160th ത്രിയോനിൻ കൺഫർമേഷൻ മാറും. ഓക്കെ, ആൻഡ് ഓൾസോ ദ ATP ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തു, കുറച്ച് അതിൻ്റെ ആ കാറ്റലറ്റിക് ഏരിയ എക്സ്പോസ്ഡ് ആയി അല്ലേ. നോൺ ഫോസ്ഫോറിലേറ്റഡ് ആണ്, ബട്ട് ലോ ആക്ടിവിറ്റി സൈക്ലിൻ CDK2 കോംപ്ലക്സ് ആണ് ഇത്. ഓക്കെ, conformational changes induced by binding of a domain of cyclin cause the T loop to pull away from the active site of CDK2. Okay, ഇതാണ് CDK2ന്റെ ആക്റ്റീവ് സൈറ്റ്. അതിൽ ഈ T ലൂപ്പ് വന്നതുകൊണ്ടാണ് അതിന് കൈനേസ് ആക്ടിവിറ്റി ഇല്ലാത്തത്. ഓക്കെ, സൈക്ലിൻ ബൗണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കൺഫോർമേഷണൽ ചേഞ്ച് നിന്ന് എന്ത് പറ്റും, ഇത് ഇങ്ങോട്ട് മാറിപ്പോയി അല്ലെ, ഈ T ലൂപ്പ് ഇങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ ATP ഇവിടെ ഫ്രീ ആയി അല്ലേ. സോ ദാറ്റ് സബ്സ്ട്രേറ്റ് പ്രോട്ടീൻസ് ക്യാൻ ബൈൻഡ് അറ്റ് ലീസ്റ്റ്. ഓക്കെ, ദ alpha-1 ഹെലിക്സ്, ഈ ഒരു ഇത് alpha-1 helix in CDK2 which interacts extensively with cyclin A moves several angstrom into the catalytic cleft. Okay, ഈ ഒരു കാറ്റലിറ്റിക് ക്ലെഫ്റ്റിലേക്ക് അത് മൂവ് ചെയ്യും. സി, നമുക്ക് ഈ കൺഫർമേഷൻ ചേഞ്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഓക്കെ, ഇനി ഈ 160th ത്രിയോണിനില്ലേ, ഈ 160th ത്രിയോണിനുള്ള ഫോസ്ഫോറിലേഷൻ ആണ് മൊത്തത്തിൽ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സൈക്ലിൻ അൺബൗണ്ട് ആയിരിക്കുന്ന സമയത്ത് ഈ 160th ത്രിയോണിൻ ആക്ച്വലി ഹൈഡ് ചെയ്തിട്ടുണ്ട്, ഈ ലൂപ്പ് വെച്ചിട്ട് അത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ATPയും എന്താണ് പറയുക എക്സ്പോസ്ഡ് അല്ല. പക്ഷെ സൈക്ലിൻ ബൗണ്ട് ചെയ്യുന്ന സമയത്ത് ഈ സൈക്ലിൻ ബൗണ്ട് ചെയ്യാൻ ഈ ആൽഫ ഹെലിക്സിന് ഒരു റോൾ ഉണ്ട്. ഓക്കെ, അത് അതിനെ ഇങ്ങനെ അടുപ്പിച്ച് നിർത്തുന്നത് ഈ ആൽഫ ഹെലിക്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, T ലൂപ്പിന്റെ കൺഫർമേഷൻ മാറുന്ന സമയത്ത് ഈ 160th പൊസിഷനിലെ ത്രിയോണിൻ എക്സ്പോസ്ഡ് ആവും, ATPയും എക്സ്പോസ്ഡ് ആവും. ഓക്കെ, എന്നിട്ട് ഈ 160th പൊസിഷനിലെ ത്രിയോണിന് ഫോസ്ഫോറിലേറ്റഡ് ആവും. അങ്ങനെയാണ് അതിന് ആ ഫുൾ ആക്ടിവിറ്റി കിട്ടുന്നത്. സോ ഈ ക്ലെഫ്റ്റ്, ഈ ഒരു എന്താ പറയുക ഏരിയയിലുള്ള അതിന്റെ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് പോർഷൻ കൂടുതൽ എക്സ്പോസ്ഡ് ആയി. ഓക്കെ, ഫോസ്ഫോറിലേറ്റഡ് ഹൈ ആക്ടിവിറ്റി സൈക്ലിൻ CD2 കോംപ്ലക്സ് ആയി മാറി ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, the conformational changes induced by phosphorylation of the activating threonine alter the shape of the substrate binding surface, greatly increasing the affinity for protein substrate. Okay, a highly conserved tyrosine and an adjacent threonine are subject to regulated phosphorylation. Okay, see, ഈ ഒരു phosphorylation ചെയ്യുന്നത് another പ്രോട്ടീൻസ് ആണ്, അതായത് അനദർ CAK എന്ന് പറഞ്ഞ CDK ആക്ടിവേറ്റിംഗ് കൈനേസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കൈനേസ് ഉണ്ട്. അവരാണ് ഈ 160th ത്രിയോണിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് CDKസിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സി, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും,
ഇപ്പോൾ CDK ആക്ടിവേറ്റിംഗ് ഫോസ്ഫേറ്റ് ആണ്, അതായത് CDK ആണ് സൈക്ലിൻ ബൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പൊസിഷനിലാണ് ഫോസ്ഫോറിലേഷൻ എന്നുണ്ടെങ്കിൽ CDK ആക്റ്റീവ് ആണ്. ഓക്കെ, ഈ ഒരു പൊസിഷനിലുള്ള ഫോസ്ഫോറിലേഷൻ മേക്ക് ദ എൻറ്റയർ സൈക്ലിൻ CDK കോംപ്ലക്സ് ആക്റ്റീവ്. ഓക്കെ, സപ്പോസ് V1 കൈനേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൈനേസ് ഈ സൈക്ലിന്റെ ഈ പൊസിഷനിൽ, ഇതാണ് ഇൻഹിബിറ്ററി ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്, ഈ പൊസിഷനിൽ ഫോസ്ഫേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് സൈക്ലിൻ CDK ബിക്കം ഇൻആക്റ്റീവ്. ഓക്കെ, V1 കൈനേസ്, ഓക്കെ, സൈക്ലിൻ CDK ബൗണ്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇൻഹിബിറ്ററി പൊസിഷനിൽ, ഇപ്പൊ ഈ ഒരു പൊസിഷനിൽ ഫോസ്ഫേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇനാക്റ്റീവ് ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് ഓൾസോ ചില സമയത്ത് ഓക്കെ അപ്പൊ ഇനാക്റ്റീവ് ആക്കി വെച്ചു, ബട്ട് നമുക്ക് ഇതിന്റെ ആക്ഷൻ ആവശ്യമുണ്ട് എന്ന് വരുന്ന സമയത്ത് CDC25 ഫോസ്ഫേറ്റ്, CDC25 അതൊരു ഫോസ്ഫേറ്റേസ് ആണ്. ഫോസ്ഫേറ്റേസ് എന്താണ് പറയുക, ദേ വിൽ റിമൂവ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഓക്കെ, ഈ CDC25 എന്ത് ചെയ്യും, ഈ ഇൻഹിബിറ്ററി ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യും, അപ്പൊ അതെന്ത് ചെയ്യും, തിരിച്ച് ആക്റ്റീവ് ഫോമിലേക്ക് വരും. ഓക്കെ, സോ ഈ കൈനേസ് ആൻഡ് ഫോസ്ഫേറ്റേസിന്റെ ഈ ഒരു ഓസിലേറ്ററി ആക്ഷൻ ആണ് ഈ ഒരു CDKസിനെ ആക്ടിവേറ്റ് ആക്കുന്നത്. പിന്നെ സൈക്ലിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആക്റ്റീവ് ഫോസ്ഫോറിലേഷൻ ആണ്, സൈക്ലിൻ ബൗണ്ട് ചെയ്തു. ഈ സപ്പോസ് ഇപ്പം ഈ സൈക്ലിൻസ് G1 സൈക്ലിൻ ആണ്. ഓക്കെ, സെല്ല് എസ് ഫേസിലേക്ക് എൻറ്റർ ചെയ്തു. ഓക്കെ, സോ ഈ എസ് ഫേസിൽ ഇരിക്കുന്ന സമയത്ത് G1 സൈക്ലിന്റെ ആവശ്യമില്ല. സോ വാട്ട് വിൽ ഡു ഇസ് ദേ വിൽ യൂബിക്വിറ്റിനൈസേഷൻ ഓഫ് സൈക്ലിൻ. ഓക്കെ, യൂബിക്വിറ്റിൻ ടാഗ് ആഡ് ചെയ്യും, എന്നിട്ട് ഡിസ്ട്രക്ഷൻ ഓഫ് സൈക്ലിൻ. അപ്പൊ വിത്തൗട്ട് സൈക്ലിൻ CDK എന്തായി, ഇനാക്റ്റീവ് ആയി. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ, സൈക്ലിൻ ഡിസ്ട്രക്ഷനും ഇൻഹിബിറ്ററി ഫോസ്ഫേറ്റ് ആഡ് ചെയ്തിട്ടും രണ്ട് രീതിയിൽ നമുക്ക് ഇതിന്റെ ആക്ടിവിറ്റിനെ ഓഫ് ചെയ്യാം. Phosphorylation of a threonine residue near the active site of the enzyme is required for CDK activity. This phosphorylation is mediated by the CDK activating kinase, that is called CAC. Okay, CDK activating kinase. A highly conserved kinase called V1 brings about this inhibitory phosphorylation, and a highly conserved phosphatase called CDC25 mediates dephosphorylation. Okay, സോ ഈ പേര് നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതാ, CDC25 ഫോസ്ഫേറ്റേസ്. നമുക്ക് എപ്പോഴാണ് മനസ്സിലാവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DNA ഡാമേജ് വരുന്ന സമയത്ത് അവിടെ ഒരു റിപ്പയർ മെക്കാനിസം, ATM-ATR മെക്കാനിസം നടക്കും. ഓക്കെ, ഹൗ ദേ ആർ റെഗുലേറ്റിംഗ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ടൈം, എങ്ങനെയാണ് ആ സൈക്ലിൻ CDK അവർ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അത് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. സോ ഇതാണ് മൊത്തത്തിൽ റെഗുലേഷൻ നടക്കുന്നത് രണ്ട് രീതിയിൽ, സൈക്ലിൻ ഡിസ്ട്രക്ട് ചെയ്തിട്ടും നടക്കും, പിന്നെ ഇൻഹിബിറ്ററി ഫോസ്ഫേറ്റ് ആഡ് ചെയ്തിട്ടും നമുക്ക് സൈക്ലിൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. സൈക്ലിൻസ് ഡിറ്റർമൈൻ ദി ആക്ടിവിറ്റി ഓഫ് CDKs. ഓക്കെ, ഇതിപ്പോ നമ്മൾ നേരത്തെ ഗ്രാഫിൽ നമ്മൾ സൈക്ലിൻസിനെ കണ്ടു. ഓക്കെ, ഇനി CDKസിന്റെ ഇത് കണ്ടു നമ്മൾ. ഇനി സൈക്ലിൻസിന്റെ കേസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മൈറ്റോട്ടിക് സൈക്ലിനെ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എംഫേസിൽ മാത്രമേ മൈറ്റോട്ടിക് സൈക്ലിൻസിന് ഒരു പീക്ക് കിട്ടുന്നുള്ളൂ, അല്ലാത്ത സമയത്തൊക്കെ അത് ഡിക്ലൈൻഡ് ആണ്. ഓക്കെ, ഇപ്പൊ G1 എസ് ഫേസിലൊക്കെ മൈറ്റോട്ടിക് സൈക്ലിന്റെ ലെവല് കുറവാണ്. ഓക്കെ, എസ് ഫേസ് പ്രോഗ്രസ് ചെയ്ത് G2ലേക്ക് എത്തുമ്പോഴത്തേക്കാണ് എംഫേസ് സൈക്ലിൻസിന് ഒരു ഹൈ പീക്ക് കിട്ടുന്നത്. They form a family of proteins that is defined by three key features. Cyclins bind to and activate CDKs. The activity and substrate specificity of any CDK is substrate specificity of any given CDK is primarily defined by the particular cyclin to which it is bound. Okay, cyclins ആണ് CDKsന്റെ substrate specificity determine ചെയ്യുന്നത്. Cyclins are present only during the cell cycle stage that they trigger and are absent in other cell cycle stage. അതാണ് നമ്മൾ ഈ ഗ്രാഫ് നമുക്ക് മനസ്സിലായത്. Cyclins not only regulate a particular cell cycle stage but also set in motion a series of events in preparation for the next cell cycle stage. In this way, they propel the cell cycle forward. Okay. Cyclins are divided into 4 classes defined by their presence and activity during specific phase of the cell cycle. G1 cyclins, G1 S phase cyclins, S phase cyclins and mitotic cyclins. Okay.
4 സ്റ്റേജിലുള്ള പോലെ തന്നെയാണ് 4 സൈക്ലിൻസും ഉള്ളത്. ഓക്കെ, ഇതാണ് സൈക്ലിൻ CDK ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, DEAB. ഓക്കെ, G1S, G1S ട്രാൻസിഷൻ, പിന്നെ M phase. ഓക്കെ, CDK4 and CDK6 can bind with cyclin D. CDK2 bind with E. CDK2, CDK1 bind with A, CDK1 with B. ഓക്കെ, ഈ ഒരു പേര് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഇത് ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, the G1S cyclin accumulate during late G1, reach peak levels when cells enter S phase and decline during S phase. They are known as cyclin E. Okay, cyclin E in metazoans and bind to CDK2. The main function of cyclin E CDK2 complexes together with cyclin D CDK4/6 is to trigger the G1S phase transition. This transition, known as start in yeast and the restriction point in mammalian cells, is defined as the point at which cells are irreversibly committed to cell division and can no longer return to the G1 state. S-phase cyclins are synthesized concomitantly in G1 cyclins, but their levels remains high throughout S phase and do not decline until early mitosis. Two types of S phase cycling triggers S phase in metazoan: cyclin E, which can also promote entry into the cell cycle and is therefore also a G1S cyclin, and cyclin A. Both cyclins binds CDK2 and are directly responsible for DNA synthesis. Mitotic cyclins bind CDK1 to promote entry into and progression through mitosis. The metazoan mitotic cyclin are cyclin A and cyclin B. Mitotic cyclin CDK complexes are synthesized during S phase and G2. Their activities are held in check until DNA synthesis is completed. Okay. Once activated, mitotic CDKs promote entry into mitosis by phosphorylating and activating hundreds of proteins to promote chromosome condensation, nuclear envelope breakdown, mitotic spindle formation, and other aspects of mitosis. Their inactivation during anaphase prompts cell to exit mitosis, which involves the disassembly of the mitotic spindle, chromosome decondensation, the reformation of the nuclear envelope, and eventually cytokinesis. Okay. M phase CDKs activated ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ക്രോമസോം കണ്ടൻസ് ചെയ്യും, ന്യൂക്ലിയർ എൻവലപ്പ് ബ്രേക്ക് ചെയ്യും, ഓക്കെ, മൈറ്റോട്ടിക് സ്പിൻഡിൽ ഫോം ചെയ്യും. ഓക്കെ, ആ ഒരു പ്രോസസ്സ്, അതായത് ക്രോമസോം സെഗ്രിഗേഷൻ എക്സാക്ട്ലി അനഫേസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അനഫേസിൽ കറക്റ്റ് സെഗ്രിഗേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ടീലോഫേസ് എത്തുമ്പോഴത്തേക്കും ഇതൊക്കെ തിരിച്ചു വരും. DNA ഡീകണ്ടൻസ് ചെയ്യും, ന്യൂക്ലിയർ എൻവലപ്പ് ഫോം ഒക്കെ ചെയ്തു തുടങ്ങും. അപ്പം അതിന് അപ്പോഴേക്കും എന്ത് ചെയ്യണം? ഈ M phase CDKസും സൈക്ലിൻസും ഇനാക്റ്റീവ് ആയിരിക്കണം. അപ്പോഴേ എന്താണ് പറയുക, ഈ ഒരു ഇത്രയും ആക്ടിവിറ്റീസ് അവിടെ നടക്കുള്ളൂ. സൈക്ലിൻ ലെവൽസ് ആർ പ്രൈമർലി റെഗുലേറ്റഡ് ബൈ പ്രോട്ടീൻ ഡീഗ്രഡേഷൻ. ഓക്കെ, ആ സൈക്ലിൻ്റെ പ്രസൻസ് ഇല്ലാതാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ സ്റ്റേജസിലും അതിനെ ഡീഗ്രഡേഷൻ ചെയ്യാണ് ചെയ്യുന്നത്. ദ ടൈംലി ആക്ടിവേഷൻ ഓഫ് CDKs ഡിപ്പെൻഡ്സ് ഇൻ പാർട്ട് on the presence of the appropriate cyclins in the cell cycle stage at which they are needed. Transcriptional control of the cycling subunit is one mechanism that ensure proper temporal expression of the cyclins. Okay, temporary expression ആണ്. Okay, cyclins എല്ലാ cyclinsഉം എല്ലാ cyclesലും ആവശ്യമില്ല. സോ അതത് സെൽസിൽ ഫേസിൽ മാത്രമേ ആ cycles എല്ലാം എക്സ്പ്രസ്ഡ് ആവുള്ളൂ. Transcription of the G1S phase cyclin is prompted by the E2F transcription factor. Okay, ഇനി നമുക്ക് അതിന്റെ റെഗുലേഷൻ ആണ് വരുന്നത്. ഓക്കെ, G1S phase cyclins എങ്ങനെയാണ്? E2F ആണ് അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ. E2F ഈസ് ദി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ കോംപ്ലക്സ് ആണ്. ഓക്കെ, among the many other genes whose transcription E2F promotes,
are those encoding the transcription factors that promote the synthesis of mitotic cyclins. Okay, mitotic cyclins in the transcription factor ആണ് E2F എന്ന് പറയുന്നത്. Ubiquitin mediated proteasome dependent protein degradation. Okay, ഇതെന്താ വെച്ചാൽ സൈക്ലിൻസിന് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് പ്രോട്ടീൻ ഡിഗ്രഡേഷൻ ഈസ് ആൻ ഇറവേഴ്സിബിൾ പ്രോസസ് ഇൻ ദ സെയിം that the protein can be replenished only through de novo protein synthesis. Okay, ഇപ്പൊ പ്രോട്ടീൻസ് ഡിഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ ആ പ്രോട്ടീൻ വേണമെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ എല്ലാം അവിടെ നടക്കണം. അതിന് പെർട്ടിക്കുലർ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിന്റെയും ആവശ്യമുണ്ട്. ഓക്കെ, സോ ഓരോ ഫേസിലത്തെയും സൈക്ലിൻസിനെ യൂബിക്വിറ്റിൻ മീഡിയേറ്റഡ് പ്രോട്ടിയാസോം ഡിഗ്രഡേഷൻ ആണ് ചെയ്യുന്നത്. Cyclins are degraded through the action of two different ubiquitin protein ligases. One SCF and the second one anaphase promoting complex or APC. SCF and APC. Okay, അതിന്റെ full name ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. SCF എന്താ പറയാ കോൺസ്റ്റിറ്റ്യൂവന്റ് SKP1 കള്ളിൻ ആൻഡ് FBOX പ്രോട്ടീൻസ് ആണ്. അങ്ങനെയൊന്നും പഠിക്കേണ്ട, SCF എന്ന് പഠിച്ചാൽ മതി. രണ്ട് യൂബിക്വിറ്റിൻ പ്രോട്ടീൻ ലൈഗേസ് ആണുള്ളത്, SCF ആൻഡ് APC അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ്. SCF ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ SCF ചെയ്യുന്ന പരിപാടി SCF controls the G1S phase transition by degrading G1S phase cycling. Okay, so SCF G1S phase cycling degrade ചെയ്യും and CDK inhibitory proteins. APC എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ degrade S phase and mitotic cyclins, thereby promoting the exit from mitosis. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടില്ലേ APCക്ക് CDC20 ആയിട്ടും CDC1 ആയിട്ടും രണ്ട് രീതിയിലും അതിന് കോഫാക്ടർ ആഡ് ചെയ്യുമ്പോൾ രണ്ട് ആക്ഷൻ ആണ് ഉള്ളത്. ഓക്കെ, APCC also control the onset of chromosome segregation at the metaphase anaphase transition by degrading an anaphase inhibitory protein. SCF recognizes its substrate only when they are phosphorylated. അതായത് SCFനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അതിന്റെ അതിന്റെ സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി വരുന്നുള്ളൂ. APCC ഡിപ്പെൻഡന്റ് പ്രോട്ടീൻ ഡീഗ്രഡേഷൻ, the regulation is reversed. Okay, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ substrates are recognizable throughout the cell cycle but the activity of APC is regulated. എങ്ങനെയാണ്? APCCക്ക് രണ്ട് കോഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് CDC20 പിന്നെ വന്നിട്ട് CDH1, രണ്ട് കോഫാക്ടേഴ്സ് ആണുള്ളത്. സോ APC ആസച്ച് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതിന് സബ്സ്ട്രേറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റെങ്കിലും അതിന് ആക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, so APCC is determined in part by its association with one of two related substrate targeting factors called CDC20 and CDH1. Ubiquitin mediated degradation of cyclins is an essential aspect of the eukaryotic cell cycle. Okay, നമ്മൾ കണ്ടതാണല്ലോ APCC CDC20 ആയിട്ട് ബൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആരെയാണ് യൂബിക്വിറ്റിൻ ടാഗ് ചെയ്യുന്നത്? സെക്യൂറിനെ ടാഗ് ചെയ്യും. സെക്യൂറിൻ ഡീഗ്രഡേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെപ്പറേസ് ഫ്രീ ആയി. സെപ്പറേസ് ഫ്രീ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? സെപ്പറേസ് ആരെയാണ് ക്ലീവ് ചെയ്യുന്നത്? കോഹെസിനെ ക്ലീവ് ചെയ്യും. കോഹെസിൻ ക്ലീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അനാഫേസ് പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ സെൽ ഡിവിഷൻ നടന്ന് സെൽ പ്രോപ്പർ DNA സെഗ്രിഗേഷൻ എല്ലാം നടന്ന് ടിലോഫേസ് നടന്ന് സൈറ്റോകൈനസിസ് നടന്ന് സെൽ ഡിവിഷൻ അവിടെ നടക്കും. ഓക്കെ, ഇനി ഈ APC ഇനി അടുത്ത് എന്താ ചെയ്യണ്ടേ? എംഫേസിൽ സൈക്ലിനെ നമുക്ക് ഡിസ്ട്രക്ട് ചെയ്യണ്ടേ? എംഫേസിനെ നമുക്ക് ഓഫ് ചെയ്തിട്ട് സെൽ ഡിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംഫേസ് സൈക്ലിനെ ഓഫ് ചെയ്യണം. എംഫേസ് CDKസിനെ നമുക്ക് ഇനാക്റ്റീവ് ആക്കണം. അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ APCC ബൗണ്ട് വിത്ത് CDH1. ഓക്കെ, CDH1 ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? എംഫേസ് സൈക്ലിനെ യൂബിക്വിറ്റിൻ ചെയ്യും, ടാഗ് ചെയ്തിട്ട് എംഫേസ് സൈക്ലിനെ ഡീഗ്രേഡ് ചെയ്യും. അങ്ങനെ എന്താണ്? എംഫേസ് എക്സിറ്റ് ചെയ്തിട്ട് അടുത്ത റൗണ്ട് ഓഫ് സൈക്കിളിലേക്ക് അല്ലെങ്കിൽ G1 ഫേസിലേക്ക് അത് മൂവ് ഫോർവേഡ് ചെയ്യും. ഓക്കെ, CDK ആക്ടിവേറ്റിംഗ് കൈനേസ് ഓർ CAK നമ്മൾ കണ്ടതാണ് ഓൾറെഡി അല്ലേ? CDKക്ക് സൈക്ലിൻ ബൈൻഡിങ് മാത്രം പോരാ, അതിനൊരു ആക്ടിവേറ്റിംഗ് ഫോസ്ഫോറിലേഷനും കൂടി ആവശ്യമാണ്.
CAC activity is constant throughout the cell cycle and phosphorylates a CDK as soon as a cyclin CDK complex is formed. Okay? ആ cyclin CDK complex ഫോം ചെയ്തതിന് ശേഷം മാത്രമേ അതിന് ആ ഒരു ആക്ടിവേറ്റിംഗ് ഫോസ്ഫോറിലേഷൻ കൊടുക്കുള്ളൂ. To inhibitory phosphorylation on CDK also play a critical role in controlling CDK activity. നമ്മൾ കണ്ടതാണ് അല്ലേ, CDKയിൽ ഇൻഹിബിറ്ററി ഫോസ്ഫോറിലേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൺ ഇൻ ദ പ്രസൻസ് ഓഫ് സൈക്ലിൻ ഇറ്റ് ഈസ് ഇനാക്റ്റീവ്. ഓക്കെ, ആ ഒരു ഇനാക്റ്റീവ് ഇൻഹിബിഷൻ കൊടുക്കുന്നത് ആരാണ്? V1 കൈനേസ് ഇൻഹിബിറ്ററി കൊടുക്കുന്നത്. അതിനെ റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീണ്ടും ആക്റ്റീവ് ഫേസിലേക്ക് ആക്കുന്നത് ആരാണ്? CDC27 ഐ തിങ്ക്. ഓക്കെ, പറഞ്ഞു വന്നപ്പോൾ കൺഫ്യൂഷൻ ആയി അല്ലേ. ഓക്കെ, CDC25. ഓക്കെ, CDC25 ആണ്. CDC25 ആണ് ആ ഇൻഹിബിറ്ററി ഫോസ്ഫോറിലേഷൻ റിമൂവ് ചെയ്തിട്ട് CDKസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. CDK inhibitors control cyclin CDK activity. Okay, the final layer of control that is critical in the regulation of CDKs is a family of proteins known as CDK inhibitors or CKIs, which bind directly to the cyclin CDK complex and inhibit its activity. They are all essential to prevent premature activation of S phase and M phase CDKs. അല്ലേ, അവിടെ ഓൾറെഡി ആ എല്ലാ എൻവയറമെന്റും ഓക്കെ ആവാതെ എസ് ഫേസും എം ഫേസിലേക്കും പോകാൻ പാടില്ല. അതുവരെ ആ CDKസിനെ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചേ പറ്റുള്ളൂ. ഓക്കെ, inhibitors of G1 CDKs play an essential role in mediating a G1 arrest in response to proliferation inhibitory signals. ഓക്കെ, ആ ഒരു എന്താണ് പറയുക, G1 CDK ഒരു എസെൻഷ്യൽ റോൾ ഉണ്ട്. These CKIs, അതായത് ഇൻഹിബിറ്റേഴ്സ്, inhibit G1 S phase CDKs and S phase CDKs and must be degraded before DNA replication can begin. Okay, so ഈ ഇൻഹിബിറ്റേഴ്സ് ആണ് എന്താണ് പറയുക, CKIs G1 S phase CDKനെയും S phase CDKനെയും ഇൻഹിബിറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ആ ഏർലി അതായത് എം ഫേസിലൊക്കെ. ഓക്കെ, must be degraded before DNA replication can begin. Okay, DNA replication begin ചെയ്യുന്നതിന് മുന്നെയാണ് അതിനെ ഇൻഹിബിറ്റ് ചെയ്ത് വെക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. ഓക്കെ, നമുക്ക് നമ്മളെ CDKസിന്റെ ഈ ഒരു പേരൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിനും സ്റ്റേറ്റ്മെന്റിനും എക്സ്പെരിമെന്റ് ആയിട്ടുള്ളതിനും ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. ഓക്കെ, 3 ടൈപ്പാണ്. ഒന്ന് കൈനേസ് ആൻഡ് ഫോസ്ഫേറ്റേസസ്, ഇൻഹിബിറ്ററി പ്രോട്ടീൻസ്, യൂബിക്വിറ്റിൻ പ്രോട്ടീൻ ലിഗേസസ്. ഓക്കെ, ഈ കൈനേസൻസ് ആൻഡ് ഫോസ്ഫേറ്റേസിൽ കാക്ക് ഉണ്ട്, CDK ആക്ടിവേറ്റിംഗ് കൈനേസ്, അവര് ആക്ടിവേറ്റ് CDKs. ഓക്കെ, V1 കൈനേസ് എന്താണ്, ഇൻഹിബിറ്ററി ആണ്. CDC25 ഫോസ്ഫേറ്റേസ് എന്താണ്, അവര് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇൻഹിബിറ്ററി ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഫൈനലി ആക്ടിവേറ്റ് CDKs. ഓക്കെ, അതേപോലെ തന്നെ ഇൻഹിബിറ്ററി പ്രോട്ടീൻസ് വന്നിട്ട് SIC1, ഇതൊക്കെയാണ് ഇൻഹിബിറ്ററി പ്രോട്ടീൻസ്. ഇനി RB നമുക്ക് പഠിക്കാനുണ്ട്, റിറ്റിനോബ്ലാസ്റ്റോമനെ പഠിക്കാനുണ്ട്. അതെങ്ങനെയാണ് ആ ഇൻഹിബിഷൻ വരുന്നത് നമുക്ക് നോക്കാനുണ്ട്. ദെൻ യൂബിക്വിറ്റിൻ പ്രോട്ടീൻസ് നമ്മൾ SCFും കണ്ടു, APC, CDC20 ഉണ്ട്, CDH1 ഉണ്ട്. ഇത് മൂന്നാണ് യൂബിക്വിറ്റിൻ പ്രോട്ടീൻ ലൈഗേസസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെയൊക്കെ സ്റ്റെപ്സ് കണ്ടതാണ്. പക്ഷെ ഈ ചാർട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്കിനി എന്താ DNA ഡാമേജ് സർവെയിലൻസ് മെക്കാനിസം ഉണ്ട്, റിപ്പയർ ഉണ്ട്, എങ്ങനെയാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു, നമ്മൾ മൈറ്റോസിസ് കണ്ടു, മിയോസിസ് കണ്ടു, CDK സൈക്ലിൻ റെഗുലേഷൻ എങ്ങനെയാണെന്നുള്ളത് കണ്ടു. 2 രീതിയിലാണ്, സൈക്ലിനെ യൂബിക്വിറ്റിൻ ചെയ്തിട്ട് ഡിസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു റെഗുലേഷൻ ഉണ്ട്, CDKസിൽ ഇൻഹിബിറ്ററി ഫോസ്ഫോറിലേഷൻ ചെയ്തിട്ടും ആക്ടിവിറ്റി റെഗുലേഷൻ ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ വാട്സ്ആപ്പ് ടു ദിസ് നമ്പർ ആൻഡ് യു ക്യാൻ ഇമെയിൽ ടു ദിസ് മെയിൽ ID. So thank you so much and happy learning.